അപ്പോൾ ഇന്നിവിടെ മക്കളെ സ്കൂളിലെ പരിപാടിയാണ് കേട്ടോ. പൊന്നൂസിനൊക്കെ നല്ല ഡാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡാൻസും ആദ്യക്കുട്ടനും ഉണ്ട് പരിപാടികൾ. അപ്പോൾ ഞാനും അച്ചുട്ടിയൊക്കെ ഇന്ന് വേഗത്തിൽ റെഡിയായി ഇന്ന് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇന്ന് ഏതായാലും നമുക്ക് ഫുൾ ടൈം ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും കുട്ടികളും എല്ലാവരും കൂടി സ്കൂളിൽ പോയി അടിച്ച് പൊളിച്ചാൻ പോവാണ്. ഞാനും അച്ചുട്ടീൻ്റെ അല്ലുബായിക്ക് മാത്രം പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണം, രാവിലെ തന്നെ പോകണം. ഫുൾ ടൈം ഫ്രീ ആണ് കേട്ടോ. പൊന്നൂസിന് പരിപാടി ഇല്ലേ? ഏതോ ഒരു ഡാൻസോ? ഡാൻസൊക്കെ നമ്മൾ വീഡിയോ എടുക്കും കേട്ടോ ഇൻഷാല്ലാ. എൻ്റെ പൊന്നൂസ് ഓളെ കണ്ണാട എനിക്ക് കൊണ്ടുവന്ന് വെച്ചതാണ്. അച്ചുട്ടിൻ്റെ കണ്ണാട ഉമ്മച്ചെന്ന് കണ്ണാട ഇട്ട് കാണുന്നത് ഫോട്ടോ എടുക്കിന്ന് പറഞ്ഞ കാണ്ടിൻ്റെ അച്ചുട്ടി എനിക്ക് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. കൂടുന്ന കണ്ണാടയാണ്. എല്ലാവരും കണ്ണാടിയും ഉമ്മച്ചൊന്ന് ഇട്ട് നോക്കിയാന്ന് കണ്ട് കൊണ്ടുവരാണ് കേട്ടോ. ഇത് പൊന്നൂസിന്റെ കണ്ണട. അപ്പോൾ എല്ലാവരും നല്ല പരിപാടിക്ക് ഇത് ഡാൻസിന് കോളിങ് കണ്ണട വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരൊക്കെ ഉമ്മച്ചി വന്നിടി പറഞ്ഞാണ് കൊണ്ടുവന്നാണ് കേട്ടോ. ഇത് പൊന്നൂസ് ആ മൈലാഞ്ചി ഒക്കെ ഇട്ട് കാണിച്ചിട്ട് പൊന്നൂസ് അവൾക്ക് ഡാൻസ് ഉണ്ട്. അപ്പോൾ മൈലാഞ്ചി ഒക്കെ രാത്രി തന്നെ ഇട്ട് റെഡി ആയിട്ടുള്ളൂ, സുന്ദരി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അച്ചുട്ടിക്ക് കണ്ണാട ഓന് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഓന് കണ്ണാട കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയാണ്. ഓന് വാങ്ങാൻ വേണ്ടി പോയില്ല. അപ്പോൾ അവിടെ തീർന്നിട്ടുണ്ട്. അപ്പം ഓനൊക്കെ വെച്ച് എനിക്ക് കണ്ണാട കൊണ്ടുവരുന്നത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അയലൂസിൽ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും കുളി കഴിഞ്ഞിട്ട് നമ്മളും പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ ഫുൾ ടൈം ഫ്രീ ആണ്. ഇവിടെ പോയിട്ട് എല്ലാവരും സ്കൂളിൽ പോയിട്ട് അടിച്ച് പൊളിച്ചാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ സ്കൂളിലെത്തിയിട്ട് ഇക്കാൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഇക്കാക്കെന്ന് വെച്ചപ്പോൾ പരിപാടി ഉണ്ടായിരുന്നു. ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, രാത്രിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ വേഗത്തിൽ ഒരുങ്ങി കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ. ഇവിടെ മക്കളെ പരിപാടി, അടുത്തുള്ള അംഗനവാടിത്തെ പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ സ്കൂൾ ഏതായാലും രാത്രി 12 മണി വരെ 1 മണി വരെ പരിപാടി ഉണ്ടാവട്ടെ. കുറേ പരിപാടികളുണ്ട്. അംഗനവാടിത്തെ പരിപാടിയും ഇവരെ പരിപാടിയൊക്കെ ഇവിടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെയൊക്കെ. അപ്പോൾ ഏതായാലും നമ്മുടെ പൊന്നൂസിൻ്റെ പരിപാടിയൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഓൾത് ഉച്ചക്കാണ് കേട്ടോ കഴിഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. നല്ല ആളുകളുണ്ടായിരുന്നു. പന്തലൊക്കെ നല്ല സൗകര്യമായിട്ട് നല്ല ഒരുക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ കുറേ കാലമായി ഇങ്ങനെയൊക്കെ പരിപാടിയൊക്കെ കൂടിയിട്ടാ. ഇന്ന് ഏതായാലും ഫ്രീ ആയിട്ട് വൈകുന്നേരം വരെ ഇരിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോ പരിപാടികൾ ഇങ്ങനെ നല്ല കുഞ്ഞു മക്കളെ പരിപാടികൾ നല്ല രസമുള്ള കാണാൻ. കുഞ്ഞു അംഗനവാടി കുട്ടികളുടെ ഡാൻസും അതുപോലെ തന്നെ ഒപ്പനയും കോൽക്കളിയും ഒക്കെ ദഫും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അച്ചൂസും ഞാനും കൂടി അവിടെ ഇങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ സ്കൂൾ കേട്ടോ. സ്കൂളിൻ്റെ മുന്നത്തെ ഗ്രൗണ്ടിലാണ് പരിപാടി സ്റ്റേജിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇത് അച്ചുട്ടിനെയും കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇന്നലെ അതേ ഉണ്ടോ വീഡിയോ ഒന്നും നമ്മൾ റെഡിയാക്കാൻ ഞാൻ പെട്ടെന്ന് രാവിലെ തന്നെ ഒരുങ്ങി കൂട്ടി പോയതാണ്. അച്ചുട്ടി പരിപാടി എടുത്തിട്ടില്ലായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നലെ സ്കൂളിൽ തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് പൊന്നൂസിന് മാറ്റിക്കാനും എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിചാരിച്ചിക്കൊണ്ട് വേഗത്തിൽ നേരത്തെ തന്നെ പോയിട്ടോ മിക്ക അയച്ചും ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും ഇവിടുത്തെ കുട്ടിമക്കളെ പരിപാടി കണ്ട് ഇങ്ങനെ ഇരുന്നിട്ടോ കുറേ നേരം. അച്ചൂസാണെങ്കിൽ എവിടെയോടത്ത് ചെന്നാലും അടങ്ങിയിരിക്കരുത്. ഓള് പൊന്നൂസിൻ്റെ കൂട്ടുകാരികളെ കണ്ടപ്പോൾ ഓള് ഓടി കളിക്കണം കേട്ടോ. അപ്പോൾ ഇവരെ അടിയിൽ ഓളെ കാണില്ല വിചാരിച്ച് ഞാൻ അച്ചൂസിനെ എടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ പൊന്നൂസിനെ മാറ്റിക്കാനൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. സമാപന സമ്മേളനത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളെയും സദസ്യം സ്വാഗതം ചെയ്യുന്നു. ഇതാ അച്ചുട്ടിയും പൊന്നൂസിനെയും കണ്ടിട്ടുണ്ട് കേട്ടോ. പൊന്നൂസിനെ സ്കൂളിൽ അന്നേരം കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം കൊണ്ടുപോയിരുന്നു കേട്ടോ. അത് പൊന്നൂസും അല്ലൂസും പറഞ്ഞ് നാരങ്ങ വെള്ളം കൊണ്ടുവരാൻ. അപ്പം അങ്ങനെ അതും കുടിച്ചിരിക്കുകയാണ് കേട്ടോ അവർ. ഇതാണ് പൊന്നൂസിൻ്റെ ഒരു കൂട്ടുകാരത്തി ആര്യ കേട്ടോ. പൊന്നൂസ് ഓളെ കൂട്ടുകാരത്തിനെ കാണിച്ചു തന്നതാണ്. ആര്യ എന്നാണ് കേട്ടോ ഓളെ പേര്. പൊന്നൂസിൻ്റെ ഫ്രണ്ടാണ്. ഓളെ കൂടെ പരിപാടിക്ക് ഉണ്ട് കേട്ടോ ഓളും. അങ്ങനെ ഇതാ മക്കളെല്ലാവരും ചോറ് തിന്നൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കത്തെ ചോറ് പടിയിലാണ്. അപ്പോൾ എല്ലാവരും മക്കളെല്ലാം ചെറിയ ക്ലാസ്സിലേക്ക് ഇങ്ങനെ ചോറ് കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളെ പൊന്നൂസും ഓളെ ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് ഉച്ചക്കത്തെ ചോറ് തിന്നാണ് കേട്ടോ. പൊന്നൂസിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഓളെ കൂടെ ഇരിക്കുന്നത്. നമ്മളെ അച്ചൂസിനെ ഭയങ്കര ഇഷ്ടമായിരിക്കണം അവർക്കൊക്കെ. അങ്ങനെ ഒരു കുട്ടികൾ ചോറ് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. പരിപാടി നടക്കണമുണ്ട്, മക്കൾ ചോറ് കഴിക്കണമുണ്ട് കേട്ടോ.
അങ്ങനെ ഇതാ ഞാൻ അച്ചുട്ടിക്ക് ചോറ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അവിടെ നിന്ന് ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ കോഴി ബിരിയാണിയും അത് നല്ല നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അച്ചുട്ടിക്ക് ചോറ് ഇപ്പോൾ വാങ്ങാണ് കേട്ടോ. വാങ്ങിയിട്ട് ഓക്കാണ് ചോറ് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ അച്ചുട്ടിക്ക് കിട്ടിയ ചോറ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഇതാ നല്ല സലാഡും ഉണ്ടായിരുന്നു, നാരങ്ങച്ചാറും കോഴി ബിരിയാണി ചിക്കൻ ബിരിയാണി എന്നിട്ടോ. അപ്പോൾ ഇതാ അച്ചുട്ടി തിന്നാണ്. അച്ചുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് സ്കൂളിൽ നിന്ന് കേട്ടോ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ചോറ് തിന്നണത്. അപ്പോൾ ഞാൻ ഓക്ക് വേഗത്തിൽ ഇങ്ങനെ വാരി കൊടുക്കുകയാണ് കേട്ടോ ചോറ്. അങ്ങനെ ഇതാ നമ്മളെ പൊന്നൂസൊക്കെ മാറ്റി ഓളെ പരിപാടി ആവാനായിട്ടുണ്ട്. ഓളെ മേക്കപ്പൊക്കെ ടീച്ചർമാർ തന്നെ ചെയ്ത് കൊടുത്തിക്കണ്. അപ്പം ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളെ അച്ചുട്ടി ഞാനും കൂടി വന്നതാണ് കേട്ടോ. ഓളെ റൂമിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും മാറ്റുന്ന തിരക്കിലാണ് കേട്ടോ എല്ലാ കുട്ടികളും. ഇതാണ് പൊന്നൂസിൻ്റെ ഫ്രണ്ട് ഫിദ മോൾ കേട്ടോ. അപ്പോൾ എന്താണ് പൊന്നൂസ് ഓളെ കുട്ടികളൊക്കെ പരിചയപ്പെടുത്തി തരികയാണ്. ഓരോക്കോളും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഓരൊക്കെ മാറ്റി ഡ്രസ്സ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ അച്ചുട്ടിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ പൊന്നൂസെ മാറ്റി ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഓള് ഡാൻസിനായിരുന്നു. അപ്പോൾ ഇതാ ഓള് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിരിക്കുകയാണ്. അതിനിടയിൽ കുറേ കുഞ്ഞു മക്കളെ പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്.